ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. മലപ്പുറത്ത് നിപ്പ വൈറസ് ബാധിച്ച് മരിച്ച 14 വയസ്സുകാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. പൂനെ വൈറോളജി ലാബിൽ നിന്നും ഫലം പോസിറ്റീവായ രക്തസാമ്പിളാണ് എല്ലാ പ്രോട്ടോകോളുകളും മറികടന്ന് കടത്തിക്കൊണ്ടുപോയതെന്ന് നവാസ് ആരോപിച്ചു. സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കണമെന്നും PK നവാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രക്തസാമ്പിൾ കടത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അറിവോടെയായിരുന്നു ഇത്. എന്തിനു കൊണ്ടുപോയെന്നും അതിപ്പോൾ എവിടെ ആരുടെ കയ്യിലുണ്ടെന്നും വ്യക്തമാക്കണമെന്നും നവാസ് ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും നവാസ് വ്യക്തമാക്കി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രോട്ടോകോൾ പ്രകാരം നിപ്പ പോലുള്ള മാരക രോഗങ്ങളുടെ അന്തിമ സ്ഥിരീകരണം പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നും ലഭിക്കണം. ഇതിനുശേഷം മാത്രമേ ഔദ്യോഗികമായി രോഗം സ്ഥിരീകരിക്കാൻ പാടുള്ളൂ. കോഴിക്കോട് റീജിയണൽ IDVRL ലാബിലും ആലപ്പുഴ NIV കേരളയിലും നിപ്പ വൈറസ് സ്ഥിരീകരിക്കാൻ പ്രാഥമികമായി സാധിക്കുമെങ്കിലും ഇവിടെയൊന്നും ബയോസേഫ്റ്റി ലെവൽ 3 ലാബുകൾ ഇല്ലാത്തതാണ് അന്തിമ സ്ഥിരീകരണത്തിന് തിരിച്ചടിയാവുന്നത്. ഇങ്ങനെയിരിക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പുറമെ പൂനെ വൈറോളജി ലാബിൽ നിന്നും നിപ്പ സ്ഥിരീകരിച്ച രക്തസാമ്പിൾ ഇത്തരത്തിൽ സൗകര്യവും സുരക്ഷിതത്വവും ലഭിക്കാത്തിടങ്ങളിലേക്ക് മാറ്റിയത് എന്തിനെന്ന് വ്യക്തമാക്കണം. തിരുവനന്തപുരത്ത് നിന്നും 2 പേരെത്തിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 14കാരന്റെ രക്തസാമ്പിൾ കൈപ്പറ്റിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നുണ്ട്. ഇവർ യാതൊരു പ്രോട്ടോകോളും സാമ്പിൾ കൊണ്ടുപോകുന്നതിൽ കാണിച്ചിട്ടില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി, കുട്ടിയുടെ കുടുംബത്തിന്റെ അനുമതി ഇതൊന്നും തന്നെ ഇല്ലാതെയാണ് സാമ്പിളുകൾ കടത്തിയിട്ടുള്ളത്. രോഗം നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് മരിക്കുന്നതിന്റെ തലേ ദിവസം ജൂലൈ 20 ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഉച്ചയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസിറ്റീവായ നിപ്പ പോസിറ്റീവാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസിറ്റീവാണ് എന്ന റിസൾട്ട് വന്നു. തൊട്ട് പിറ്റേ ദിവസം ഈ വിദ്യാർത്ഥി മരണപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിപ്പ പരിശോധന നടത്താൻ ലഭ്യമായ സംവിധാനം കേരളത്തിൽ ഇല്ല. അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസിറ്റീവായിട്ടും കൺഫർമേഷന് വേണ്ടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത് അയക്കുന്നത്. ഇതിന് ഈ പറയുന്ന ടെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ബയോസേഫ്റ്റി ലെവൽ 3 BSL 3 എന്ന് പറയുന്ന ലാബ് സൗകര്യം നിലവിൽ ലഭ്യമല്ല, കേരളത്തിൽ ലഭ്യമല്ല. ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായ 24 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിലും നിങ്ങൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രകാരം BSL 3 ലാബുകൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് പൂനെയിൽ നിന്ന് കൺഫർമേഷൻ ചെയ്തിട്ടാണ് ഇത് നിപ്പയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ നിലവിൽ നിപ്പ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന ലാബ് സംവിധാനമില്ല. പിന്നെ ഈ സംവിധാനം ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ്. അവിടെ BSL 3 ലാബിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കമ്മീഷൻ ചെയ്യുക 2027 മന്ത്രി പറഞ്ഞു. ആ ലാബ് സംവിധാനം ഉള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടു കൂടി രോഗപരിശോധനയ്ക്ക് വേണ്ടി താൽക്കാലികമായ ഒരു സംവിധാനം നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. ആ താൽക്കാലിക സംവിധാനത്തിലാണ് ഇവർ പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്നത് മാത്രം പൂനെയിലേക്ക് അയച്ച് പരിശോധന നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഗൗരവമായ ഇത് ഡയഗ്നോസ് ചെയ്യാൻ കേരളത്തിലൊരു സംവിധാനം ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഔട്ട്ബ്രേക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിന്റെ കൺഫർമേഷൻ കേരളത്തിന്റെ പുറത്തെ ലാബുകളിൽ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ ജൂലൈ മാസം മരണപ്പെട്ടു പോയ 14 വയസ്സുകാരനായ ഈ വിദ്യാർത്ഥിയുടെ ഈ നിപ്പ സ്ഥിരീകരിച്ച ശേഷം, എന്നാൽ ജൂലൈ 20-ാം തീയതി നിപ്പ സ്ഥിരീകരിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ രക്തസാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാണ്. തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ടോ? എന്തിനാണ് ഈ രക്തസാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്? ഈ രക്തസാമ്പിളുകൾ നിപ്പയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഈ രക്തസാമ്പിൾ എന്താണ് നിലവിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പോലും സംവിധാനം ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഈ രക്തസാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല
ടെസ്റ്റിംഗ് നടത്താനാണെങ്കിൽ അതിലും പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിക്കപ്പെടാൻ കേരളത്തിൽ അതിന് സംവിധാനമായിട്ടുള്ള BSL-3 ലാബുകളില്ല. മാത്രമല്ല, ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് NIVയുടെ പെർമിഷൻ ഉണ്ടാകണം. ആ പെർമിഷനും ഇതിനുണ്ടായിട്ടില്ല. എല്ലാത്തിനും അപ്പുറം ഈ കുടുംബത്തിന്റെ ഈ ടെസ്റ്റിങ്ങിന് ഏതെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകുന്നുവെങ്കിൽ കുടുംബത്തിന്റെ അനുമതി പത്രവും വേണം. അതും ഇവർ മേടിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും അപകടകരമായ ഒരു പ്രവർത്തനം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നടന്നിരിക്കുന്നു. നമുക്കറിയാം, നിപ്പയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വൈറസുകൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന രൂപത്തെക്കുറിച്ച് കേരളത്തിൽ അവ്യക്തതയുണ്ട്. കാരണം കൃത്യമായ റിസർച്ച് അതിൽ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ജീനിൽ, മൃഗങ്ങളിൽ പോലും ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ചെയ്യപ്പെടും എന്നൊരു സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മന്ത്രിയുടെ അനുമതി പ്രകാരം, മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത് കൊണ്ടുപോയത്? ഇനി കൊണ്ടുപോയത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് എന്താണ് ഇതുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവമായ ഒരു ചോദ്യത്തിന് ഉത്തരം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പറയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖ ഡോക്ടർ ഇതിന്റെ സാമ്പിൾ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് നൽകിയതിന്റെ പേരിൽ നടപടി നേരിട്ടിരുന്നു. ഇതുപോലെ മാരക രോഗങ്ങൾ കണ്ടെത്തിയ രക്തസാമ്പിളുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. വിദേശ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇതിന് ക്യൂ നിൽക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട്. ഇത്തരത്തിൽ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണോ മരുന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞ് മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്നും നവാസ് ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.